നമസ്കാരം. ഇന്ന് ഈവൈറ്റൽ ആർഎക്സിൽ ഷോർട്ട് ബുക്ക് സെറ്റിംഗ്സിനെ കുറിച്ചും അതുപോലെ തന്നെ സെറ്റിംഗ്സ് എങ്ങനെയൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും നമുക്ക് നോക്കാം. അതിനായി വലതുഭാഗത്തെ മുകളിലെ ഫാർമസി ലോഗോ ഓപ്പൺ ചെയ്ത് അക്കൗണ്ട് ആൻഡ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ സെറ്റിംഗ്സ് ഓർ ഡിഫോൾട്ട് ക്ലിക്ക് ചെയ്ത് ഷോർട്ട് ബുക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഷോർട്ട് ബുക്കിൽ രണ്ട് വിധത്തിലുള്ള സെറ്റിംഗ്സ് ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓർഡർ സ്റ്റാറ്റസിന് വേണ്ടിയും അതുപോലെ തന്നെ പെൻഡിങ് സ്റ്റാറ്റസിന് വേണ്ടിയും. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സെറ്റിംഗ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഷോർട്ട് ബുക്കിൽ നിന്നും പ്രോഡക്റ്റ് റിമൂവ് ആയി പോകുന്നത്. നമ്മൾ പ്രോപ്പർലി ഷോർട്ട് ബുക്ക് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഷോർട്ട് ബുക്കിലോട്ട് പ്രോഡക്റ്റ് ആഡ് ചെയ്ത് പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ഓർഡർ കൊടുത്ത് സ്റ്റാറ്റസ് പെൻഡിങ്ങിൽ നിന്നും ഓർഡറിലോട്ട് ചേഞ്ച് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഷോർട്ട് ബുക്ക് മാനേജ് ചെയ്യുകയാണെങ്കിൽ ആപ്ലിക്കബിൾ ടു ഓർഡർ സ്റ്റാറ്റസ് നിങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇല്ല, നിങ്ങൾ ഷോർട്ട് ബുക്ക് പ്രോപ്പർലി മാനേജ് ചെയ്യുന്നില്ല, ഷോർട്ട് ബുക്കിലോട്ട് ജസ്റ്റ് പ്രൊഡക്റ്റ് ആഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ, അതിനുശേഷം സ്റ്റാറ്റസിൽ നിന്നും അഡീഷണലായി ചേഞ്ചസ് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ പർച്ചേസ് ഓർഡർ ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടറിനെ നേരിട്ട് വിളിച്ചോ അല്ലാതെ അവരുടെ വെബ്സൈറ്റിൽ നിന്നാണോ പർച്ചേസ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ടു പെൻഡിങ് സ്റ്റാറ്റസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓർഡർ സ്റ്റാറ്റസ് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് നോക്കാം. ഓർഡർ സ്റ്റാറ്റസ് നമുക്ക് മൂന്ന് വിധത്തിലുള്ള സെറ്റിംഗ്സ് ആണുള്ളത്. ആദ്യത്തെ സെറ്റിംഗ്സ് റിമൂവ് ഷോർട്ട് ബുക്ക് എൻട്രി അപ്പോൺ പർച്ചേസ് എൻട്രി റിഗാർഡ്ലെസ് ഓഫ് ഷോർട്ട് ബുക്ക് ക്വാണ്ടിറ്റി. അതായത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ ഓർഡർ ചെയ്തത് അത്രയും ക്വാണ്ടിറ്റി നമുക്ക് വരണമെന്നില്ല. നമ്മൾ ഓർഡർ ചെയ്ത ക്വാണ്ടിറ്റി കിട്ടിയില്ലെങ്കിലും എത്ര ക്വാണ്ടിറ്റി നമുക്ക് റിസീവ് ആവുന്നോ അതിന്റെ പർച്ചേസ് എൻട്രി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഷോർട്ട് ബുക്കിൽ നിന്നും റിമൂവ് ആയി പോകും. രണ്ടാമത്തെ ഓപ്ഷൻ പർച്ചേസ് ക്വാണ്ടിറ്റി is less than short book quantity, then remove order quantity and add the remaining quantity as pending status. അതായത് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് ഓർഡർ ചെയ്ത് ആ ക്വാണ്ടിറ്റി നമുക്ക് വന്നാൽ മാത്രമേ ഷോർട്ട് ബുക്കിൽ നിന്നും പ്രൊഡക്റ്റ് റിമൂവ് ആവുകയുള്ളൂ. ഇൻ കേസ് അതിനും കുറവുള്ള ക്വാണ്ടിറ്റിയാണ് നമുക്ക് വന്നിരിക്കുന്നതെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയാണോ വന്നത് ആ ക്വാണ്ടിറ്റി റിമൂവ് ആയി റിമൈനിങ് ക്വാണ്ടിറ്റി പെൻഡിങ് സ്റ്റാറ്റസിലോട്ട് അപ്ഡേറ്റ് ആവും. മൂന്നാമത്തെ ഓപ്ഷൻ പർച്ചേസ് ക്വാണ്ടിറ്റി മാച്ച് വിത്ത് ഷോർട്ട് ബുക്ക് ക്വാണ്ടിറ്റി ദെൻ ഓൺലി റിമൂവ് ഷോർട്ട് ബുക്ക് എൻട്രി. അതായത് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണോ ഓർഡർ ചെയ്തേക്കുന്നത് അത്രയും ക്വാണ്ടിറ്റി വന്നാൽ മാത്രമേ റിമൂവ് ആവത്തുള്ളൂ പ്രോഡക്റ്റ് ഷോർട്ട് ബുക്കിൽ നിന്നും. ഇൻ കേസ് അതിൽ കുറവായിട്ടാണ് ക്വാണ്ടിറ്റി റിസീവ് ആയിട്ടില്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയാണോ ലഭിച്ചിരിക്കുന്നത് ആ ക്വാണ്ടിറ്റി മാത്രം ലെസ് ആയി റിമൈനിങ് ക്വാണ്ടിറ്റി ഓർഡർ സ്റ്റാറ്റസിലോട്ട് കാണിക്കും. വിത്ത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 10 ഓർഡർ ചെയ്തു, ഇൻ കേസ് അതിൽ 8 വന്നാൽ പോലും ഓട്ടോമാറ്റിക്കലി ഷോർട്ട് ബുക്കിൽ നിന്ന് പ്രോഡക്റ്റ് റിമൂവ് ആയി പോകും. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 10 ഓർഡർ ചെയ്ത് അതിൽ 5 വന്നേക്കുന്നത്, അതിൽ 10 5 റിമൂവ് ആയി റിമൈനിങ് 5 പെൻഡിങ് സ്റ്റാറ്റസിലോട്ട് കാണിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യണം, നമ്മൾ 10 ഓർഡർ ചെയ്ത് 5 വന്നേക്കുന്നെങ്കിൽ 10 5 റിമൂവ് ആയി റിമൈനിങ് 5 നമുക്ക് ഓർഡർ സ്റ്റാറ്റസിലോട്ട് കാണിക്കും. ഇനി നമുക്ക് പെൻഡിങ് സ്റ്റാറ്റസിൽ എങ്ങനെയൊക്കെയാണ് സെറ്റിംഗ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പെൻഡിങ് സ്റ്റാറ്റസിൽ നമുക്ക് 4 വിധത്തിലുള്ള സെറ്റിംഗ്സ് ആണുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ എത്രയാണോ ഓർഡർ ചെയ്തേക്കുന്നത് അതിൽ എത്ര വന്നാലും ശരി ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഷോർട്ട് ബുക്കിൽ നിന്ന് റിമൂവ് ആയി പോകും. പക്ഷെ അവിടെ ഡിസ്ട്രിബ്യൂട്ടർ മാത്രം ചെക്ക് ചെയ്യും, ഏത് ഡിസ്ട്രിബ്യൂട്ടർ ആണോ ഓർഡർ ചെയ്തേക്കുന്നത് ആ ഡിസ്ട്രിബ്യൂട്ടറിന്റെ കയ്യിൽ നിന്ന് തന്നെ സാധനം വരണം. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമ്മൾ എത്ര ഓർഡർ ചെയ്താലും ശരി എത്ര വന്നാലും ശരി പ്രൊഡക്റ്റ് പർച്ചേസ് എൻട്രി ചെയ്തോടനെ അത് ഷോർട്ട് ബുക്കിൽ നിന്ന് റിമൂവ് ആയി പോകും, ഡിസ്ട്രിബ്യൂട്ടർ ആരായാലും കുഴപ്പമില്ല. മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ റിസീവ് ചെയ്യിക്കുന്നത് അതിലെ ഫുൾ ക്വാണ്ടിറ്റി വന്നാലേ റിമൂവ് ആകത്തുള്ളൂ. പാർഷ്യൽ ക്വാണ്ടിറ്റി ലഭിച്ചാൽ ജസ്റ്റ് ക്വാണ്ടിറ്റി മാത്രം ലെസ് ആയി റിമൈനിങ് ക്വാണ്ടിറ്റി അങ്ങനെ തന്നെ നിൽക്കും, പക്ഷെ അവിടെ ഡിസ്ട്രിബ്യൂട്ടറിനെ നോക്കണം. നാലാമത്തെ ഓപ്ഷനിലിട്ട് നമുക്ക് ഏത് ഡിസ്ട്രിബ്യൂട്ടറിന്റെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്താലും ശരി ഓർഡർ ചെയ്തതിൽ പാർഷ്യലി വന്നിട്ടുണ്ടെങ്കിൽ പാർഷ്യലി ക്വാണ്ടിറ്റി മാത്രം എടുത്ത് റിമൈനിങ് ക്വാണ്ടിറ്റി അവിടെ അപ്ഡേറ്റ് ആയി കിടക്കും. ഇത്തരത്തിലാണ് ഷോർട്ട് ബുക്ക് സെറ്റിംഗ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പ്രയോജനപ്പെടുത്തുന്നത്. താങ്ക് യു സോ മച്ച്.